ഈ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി സർക്കാർ നടത്താൻ പോകുന്ന ഒരു ശുചീകരണ യജ്ഞം പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് ദിവ്യ എസ് അയ്യരുടെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. കാണേണ്ടതാണ്. ആർക്കും ശുചീകരിക്കണമെന്ന് ഒരു പക്ഷേ തോന്നിപ്പോകും. കാര്യം വെറുതെ വന്ന ആംഗ്രിയേക്കോ അല്ല, സ്വന്തം ഓഫീസ് തന്നെ ഓഫീസിലെ ജീവനക്കാരോടൊപ്പം ശുചീകരിക്കാൻ വേണ്ടി ദിവ്യ എസ് അയ്യർ അങ്ങ് ഇറങ്ങി. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കൂടി പങ്കുവെക്കുമ്പോൾ കാഴ്ചക്കാർക്ക് പോലും ഒരുപക്ഷെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല, അവരിൽ ഒരാളായി നിന്ന് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കൂടി പ്രചോദനം വാരി വിതറുന്ന ഒരു വീഡിയോ ആണെന്ന് പറയേണ്ടി വരികയാണ്. മാറ്റത്തിനായി നമുക്കും ഒരു നാൾ മാറ്റിവെക്കാം. ജനകീയ ശുചീകരണ യജ്ഞത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളിയാകേണ്ടതായിട്ടുണ്ട്. എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച നമുക്ക് പൊതു ഇടങ്ങൾ ശുചീകരിക്കുന്നതിൽ പങ്കുചേരാം. എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച വിദ്യാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും നമുക്ക് ശുചീകരിക്കാം. മാലിന്യമുക്ത നവകേരളം നമുക്ക് ഒത്തൊരുമിച്ച് സൃഷ്ടിക്കാം. കണ്ടില്ലേ, ഈ മാസം 22-ാം തീയതി എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച അവരവരുടെ ഓഫീസുകൾ ശുചീകരിക്കാൻ എല്ലാ ജീവനക്കാരും, ഒപ്പം സ്കൂളും മറ്റ് പരിസര പ്രദേശങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇതെല്ലാം ശുചീകരിക്കാൻ പൊതുജനം ഒന്നാകെ ഇറങ്ങുമ്പോൾ കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള സർക്കാരിന്റെ യജ്ഞം അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതി അത് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്കാകെ വലിയ പ്രചോദനം നൽകുന്ന വീഡിയോ ആണെന്ന് പറയേണ്ടി വരിക.